ഹലോ ഡിയർ ആസ്പിരൻസ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യാശ സ്കീമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് മുൻവർഷ ചോദ്യങ്ങളിലൂടെ ഈ സ്കീം എന്താണ്, അല്ലെങ്കിൽ സ്കീംസിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഇവിടെ ആ, പ്രത്യാശ സ്കീമിനെ പറ്റി ഒരു 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പ്രസ്താവനകളൊന്ന് ശ്രദ്ധിച്ചേ. പ്രസ്താവന 1 ചോദിച്ചിരിക്കുന്നത് ഈ സ്കീം എന്താണെന്നുള്ളതാണ്. പ്രസ്താവന 2 ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ എലിജിബിലിറ്റിയെ പറ്റിയാണ് ചോദ്യം. പ്രസ്താവന 3 അതിൻ്റെ ഇൻകം ക്രൈറ്റീരിയ ആണ് ചോദ്യം. ഇത് നോക്കൂ, 122/22 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഇനി ആവർത്തിക്കുന്നുണ്ട്, മറ്റൊരു ചോദ്യത്തിൽ വരുന്നുണ്ട്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ 3 ആസ്പെക്ട്സ് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. 128/22 29ാമത്തെ ചോദ്യം പ്രത്യാശ സ്കീമിനെ പറ്റിയാണ്. അവിടെയും ചോദിച്ചിരിക്കുന്ന 3 പ്രസ്താവനകളാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഈ സ്കീം എന്താണ്, ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഏജ് ക്രൈറ്റീരിയ, എലിജിബിൾ ക്രൈറ്റീരിയ എത്രയാണ്, ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ക്രൈറ്റീരിയ എത്രയാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ KS സിലബസിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലും ഇതേ ഭാഗം വരുന്നുണ്ട്. സോഷ്യൽ വെൽഫെയർ സ്കീമിൻ്റെ അകത്താണ് ഈ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ പ്രത്യാശ സ്കീം എന്നുള്ളത് കേരള സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ് പ്രത്യാശ സ്കീം. ഇത് പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ CSR റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്, പ്രത്യാശ സ്കീം എന്നുള്ളത്. അപ്പോൾ ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഇതാണ് സ്കീം. ഇതെന്താണ്, ഒരു വിവാഹ ധനസഹായ പദ്ധതിയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യാശ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി CSR റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നൽകുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതിയാണ്. ഇതാണ് സ്കീം എന്താണെന്നുള്ളതിൻ്റെ മറുപടി. ഇനി നമുക്കറിയേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പം ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം നമുക്ക് 18 ആണെന്നറിയാം. പക്ഷേ ഈ സ്കീമിന് അവർക്ക് എലിജിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ 22 വയസ്സ് തികയണം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 18 വയസ്സും തരും. അപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ സ്കീമിൻ്റെ എലിജിബിലിറ്റിയും 18 വയസ്സാണ് തെറ്റിയിരിക്കും. അല്ല, സ്കീമിൻ്റെ എലിജിബിലിറ്റി 22 ഇയേഴ്സ് അറ്റൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 22 വയസ്സ് പ്രായം തികഞ്ഞിരിക്കണം പെൺകുട്ടികൾ. ഇതാണ് ഏജ് ക്രൈറ്റീരിയ. എലിജിബിലിറ്റി വൈസ് ഏജ് ക്രൈറ്റീരിയ 22 വയസ്സാണ്. മൂന്നാമത്തത്, സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്കാണല്ലോ ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ അവരുടെ വാർഷിക വരുമാനം അറിഞ്ഞിരിക്കുക. ഇൻകം ക്രൈറ്റീരിയ പറയുന്നത് 60,000 രൂപ വാർഷിക വരുമാനം കവിയാൻ പാടില്ല. സോ ഈ 3 പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്ക് ആ 2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. ഇതാ നോക്കൂ, 122/22 3 പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്, പ്രത്യാശ സ്കീം എന്നുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിന് വേണ്ടി ആ പേരൻസിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്കീമാണ്. ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാം. കാരണം അതിലെന്തില്ല, അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ 22 വയസ്സാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 ആണ്. പക്ഷേ ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എലിജിബിലിറ്റി പ്രായം വരുന്നത് 22 വയസ്സാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഏത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, B എലിമിനേറ്റ് ചെയ്യാം. ഇനി കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഇതാ നോക്ക്, ഇവിടെ എത്ര തന്നിരിക്കുന്നത്, 75,000. ഇത് തെറ്റാണെങ്കിൽ ഓൾ ദ എബോവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്, 75,000 അല്ല, നമുക്കറിയാം എത്രയാണ് വരുമാനം, 60,000 ആണ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട വാർഷിക വരുമാനം. 60,000 കവിയാൻ പാടില്ല. സോ നമുക്ക് ആൻസർ ഏത് കിട്ടി, ഓപ്ഷൻ A 1 and 2. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സെയിം ചോദ്യം തന്നെയാണ്, സെയിം പ്രസ്താവനകൾ തന്നെയാണ്. പ്രസ്താവനകളുടെ സബ്ജക്ട് മാറ്റർ സെയിം ആണ്. അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യാശ സ്കീം ഈറ്റ്സ് ടു ഹെൽപ്പ് എക്കണോമിക്കലി പുവർ പേരൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോക്കൂ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുകയാണ്. എത്രയാണ്, 22 പകരം 18. മാറിപ്പോയത്, വിവാഹപ്രായം 18 ആണ്. പക്ഷേ ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട എലിജിബിലിറ്റി 22 വയസ്സാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷനായിട്ടുള്ള ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ D എലിമിനേറ്റ് ചെയ്യാം. സോ ഇത് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി ആനുവൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടി. എന്നാലും തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആനുവൽ ഫാമിലി ഇൻകം ഓഫ് ദ ആപ്ലിക്കൻറ്റ് 60,000
കവിയാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. 60,000 ആണെന്ത് ആനുവൽ ഇൻകം. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ഓപ്ഷൻ B 1 and 3, only 1 and 3. ഓക്കെ.